റോസയുടെ ഭയങ്കര ചടങ്ങാണ്. ഞാൻ വന്നാന്ന് പോലെ നോക്കാണ്ട് വെറുതെ സ്ഥലം മാറിപ്പോയി. അവിടെ ഏതൊരു വണ്ടി ആണുങ്ങളുടെ സെലൂണിൽ ഞാൻ ജിനിച്ചെന്റെ താടി ഷേവ് ചെയ്യാൻ പോകാൻ 4 പേര്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ IFFK എന്നിട്ട് കാണാം. നീ എന്ത് ഫേഷ്യൽ എവിടെ ഓക്കെ നക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ഓപ്പോസിറ്റ് പോയിട്ട് വരും, അല്ലെങ്കിൽ വണ്ടി നമ്മളെ നക്കും. ഓക്കെ ഇല്ല, വണ്ടി ഉമ്മ വെക്കും. IFFK ഇപ്പൊ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. വരാന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ചായക്കടയിൽ കൊണ്ടുപോകണം, കേക്ക് വെച്ചില്ല. നമ്മളെ പൈസ തീയാ കത്തുന്നു. നമുക്ക് മാത്രം വീട്ടിൽ കറണ്ട് ബില്ല് ഇത്രയും വലിയ ഓലയിൽ വരും. ഈ കറണ്ട് ബില്ലൊക്കെ ആരടക്കി? നമ്മള് തന്നെയാണ്. അയ്യോ, ഉണ്ണിയപ്പം ഞങ്ങൾക്ക് ഉണ്ണിയപ്പം വേണം. എത്ര ഡയറ്റ് ആയാലും ഉണ്ണിയപ്പം വീക്ക്നെസ് ആണ്. ചൂട് ഉണ്ണിയപ്പം കണ്ടപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ചൂട് ഉണ്ണിയപ്പം കഴിക്കുന്നത്. നിങ്ങൾ എന്നെ നോക്കി പഠിക്കണ്ട. ഇത് ഞാൻ നാളെ ജിമ്മിൽ പോയിട്ട് മാടുന്ന് വെയിറ്റ് എടുത്ത് ഇതൊക്കെ കത്തിക്കും. ഇതാണ് ഗൈസ് ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റ് കേട്ടോ. ചൂട് നല്ല ടേസ്റ്റ്. ചൂടുണ്ട്. റിവ്യൂ പറ. കഴിക്കുന്ന ടേസ്റ്റില്ല അങ്ങനെയുണ്ട്. ചൂടാറിനും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ബർഗർ കഴിക്കുന്നവർക്കൊക്കെ പറഞ്ഞിട്ട് കഴിക്കേ. നിന്നെ കഴിച്ചാൽ എന്താ വേണോ പറഞ്ഞ കൂടെ ചായ കുടിച്ചില്ലേ? നല്ല ക്രിസ്പിയാണ് കേട്ടോ. കൊള്ളാല്ലേ? കൊള്ളാം ഗൈസ്. ഇതെന്തോന്നേ കിണറാ? ആക്ച്വലി ഇത് എവിടെന്ന് വെച്ചാൽ ശാസ്താമംഗലത്താണ്. ശാസ്താമംഗലത്തല്ലേ? ശാസ്താമംഗലം ജംഗ്ഷനില്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. നല്ല ചൂട് ഉണ്ണിയപ്പം കിട്ടും. ചൂട് ഉണ്ണിയപ്പം നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറെ നാളിന് ശേഷം ചൂട് ഉണ്ണിയപ്പം കഴിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ് റൈറ്റ്. ഉണ്ണിയപ്പം ബൈ പറഞ്ഞു കൊടു ആശാനെ. IFFK വന്നിരിക്കുകയാണ്. ഇവര് വായി നോക്കാൻ വന്നതാണ്. സത്യം പറഞ്ഞ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ ഇവിടെ എന്താ നടക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ IFFK പാട്ടും ബോളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. രജിസ്റ്റർ ചെയ്ത സിനിമ കാണണം. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് സിനിമ കണ്ടവർ ക്യൂ നിൽക്കുന്നത്. അത് ഫുഡിന് വേണ്ടി വന്നപ്പോ ഒരാളെ പരിചയപ്പെട്ടിരിക്കാന്ന്. നമസ്കാരം പറഞ്ഞോ. നിങ്ങളെ കാണുന്നത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇല്ല, ഇത് ഞാൻ കണ്ടതാ. വിളിച്ച് കാണിച്ചതില്ലേ? ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. ശരി നിങ്ങൾ നമസ്കാരം പറഞ്ഞു. പിന്നെ എടുത്തരല്ലോ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. IFFKയുടെ ഓളം എങ്ങനെയുണ്ട് ചേട്ടാ? ഓളം കൂളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇതിനകത്ത് കയറി പറഞ്ഞത്. കംപ്ലീറ്റ് പെമ്പിള്ളേരും ചെറുക്കന്മാരും തന്നെ. അയ്യോ കൂട്ടം നെരിപ്പോട് നെരിപ്പാടാ. നമുക്ക് വയസ്സ് 60 ഇനി ആരെ നോക്കിയില്ലെങ്കിൽ ആറിന്റെ മുമ്പ് കരുക്ക് വെച്ച പോലെ ഇങ്ങനെ തന്നെ വേണം. 28 വർഷമായി IFFK തുടങ്ങിയിട്ട്. ഇപ്പോഴെങ്കിൽ പറയാം ഒരു മന്ത്രം പറയണ. അണ്ണന് മനസ്സിൽ വരുന്ന മന്ത്രം അങ്ങ് പറഞ്ഞേരെ. അങ്ങനെ മന്ത്രമൊന്നും നമ്മൾ ഈ IFFKയിൽ ഒന്ന് പറയാൻ പാടില്ല. അത് ശരിയാണ്. IFFK ഏതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ കേട്ടോണ്ടിരിക്കണ ആളെടുത്ത് അലക്കും. പിന്നെ ഞാൻ വായിൽ വെള്ളിട്ടോണ്ടിരിക്കുന്നു. മന്ത്രമൊക്കെ നമ്മളെ ഗോഡൗണില്ല. അതാണ് എങ്ങനെ ഇരിക്കുന്നു ചേട്ടാ. ഞാൻ നിങ്ങളുടെ ഫോളോവറാണ്. ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അങ്ങോട്ട് അയച്ചിട്ട് ഒരു മെസ്സേജ് തിരിച്ചയച്ചില്ല. ഐ ആം യു ഗ്രേറ്റ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയച്ചു. അപ്പൊ അളയാ മെസ്സേജ് അയക്കരുത്. വിവേകാണ് ഇതൊക്കെ കാണുന്നത്. അണ്ണന്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല. കോവളം വിവേകാണ് എല്ലാം. അഡ്മിൻ എല്ലാം കോവളം വിവേക് അണ്ണനാണ് നോക്കണേ അണ്ണന്റെ അക്കൗണ്ടൊക്കെ. അതിലാരും ചെന്നിട്ട് പറയരുത്. അണ്ണ കണ്ടതിൽ വളരെയധികം സന്തോഷം.
ചന്ദ് അറിഞ്ഞോ ലിറിക്സ് അറിഞ്ഞോ നീ നീ സുന്ദരം hey baby I wanna love you hey baby I wanna leave you. നമ്മൾ ആക്ച്വലി ഇവിടെ ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ ഒരു 3 ഫ്ലേവർ പായസം വാങ്ങിച്ചു. ഇത് പാലട പ്രഥമൻ, ഡ്രൈ ഫ്രൂട്ട്സ് പായസം. അപ്പോഴും ഞാൻ ഹെൽത്തി പിക്ക് ചെയ്തു, പക്ഷെ മുട്ട മധുരം കേട്ടോ. ആൽക്കഹോൾ ഞാൻ നോനോ ആണ്. ഭയങ്കര മധുരമായി പോയി. ജുൻചാണ്ടിന്റെ പായസം എങ്ങനെ ഉണ്ടായിരുന്നു? കുടിച്ചിട്ട് ഫിറ്റായി പോയല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ആയി പോകും. ഏത് പായസം കുടിച്ച് ഫിറ്റായ? അല്ലേ ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അടപ്പായസം പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ ഡേറ്റ്സ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ പായസം കുടിച്ച് അടിച്ച് ഫിറ്റ്. മധുരം കഴിച്ച ഫിറ്റ് ആവുന്നുള്ളത് സൈഡിൽ നിന്ന് നൈസ്. അതിൻ്റെ കൂടെ വേറെ എന്താ അടിച്ചെന്ന് കൂടെ പറയാം. എന്താ അച്ഛ സത്യം ഇല്ലട്. ഞാൻ പായസം ഇനി ഞാൻ പറയണ നിങ്ങൾ കേട്ടോ. ഞാൻ പായസം കുടിച്ച് ഇനി ഞാൻ നടക്കണ കാണോ. ട്രിവാൻഡ്രത്തുനിന്ന് കുറെ നാളായിട്ട് വീഡിയോസും കാര്യങ്ങളിലായിട്ട് കപ്പി നിൽക്കുന്ന മാനവീയം വീതി, അത് പോലീസ് ലാത്തി ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഓടിയ മാനവീയം വീതി നോക്കിയപ്പം IFFK കഴിഞ്ഞിട്ട് ഇവിടെയാണ് കൾച്ചറൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. നമ്മൾ വന്നത് ഒരു 10-11 മണി ആയിട്ടേ ഉള്ളൂ. 10 മണിക്ക് ഇവിടെ ക്ലോസ് ആവും. പക്ഷെ ഇവിടെ ഒരു ഓണത്തിന്റെ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മുടെ ഈ 7 days ഉത്സവം നടന്നില്ലേ, നമ്മൾ 500 കോടി പൊട്ടിയത്, അതിന്റെ ലാസ്റ്റ് ഡേ. അതായത് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തേടാൻ വരാൻ നടക്കുന്നത്. കാണിച്ചു കൊടുത്തേ മാനവീയം വീതി. നിങ്ങളിത് കാണുക ഗൈസ്. അങ്ങ് അറ്റം വരെ ക്രൗഡുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ണില്ല. മാന്യന്മാര് കയറുന്ന മാനവീയ വീതിയിൽ നമ്മൾ കയറി. പക്ഷേ ഈ വീതിയിൽ പ്രത്യേകിച്ച് ഒന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. നാരങ്ങ വെള്ളം കുടിക്കാൻ ഒരു പെട്ടിക്കട പോലും ഇവിടെ ഇല്ല. അതെ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? മാനവീയ വീതി എങ്ങനെയുണ്ട്? ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഗൈസ്? नव कुंदलेना सबर हंदले सेवर दुल्लाडदबेके मीसु ഉറുപത്തിയല്ലാർദ തിസ് മൃദുൽ ഊർത്തുമ കത്താത്തിസേ രണ്ട് ചരച്ച് നമ്മൾ പാലിലൊഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു രസമായിരിക്കും. നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തേങ്ങ മനസ്സിലായത് കാതം വെച്ച് കേട്ടോട്ടിങ്ങനെ പൊട്ടാൻ കട്ടി കണ്ട നീ എടുത്തോ. Neve šubar idale fumasi du timridule urdu, te berekedes me kawate jinskia. Tisrudu timridule urdu shimatele urdu. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ചേച്ചി മനസ്സിലായോ? ഓ, അത് ലബു ഹൊന്താലി എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ഞാൻ തന്നെ എന്ന് ചെയ്യാനാ നിങ്ങളുടെ കഷ്ടകാലം. അല്ല മന്ദബുദ്ധി രാത്രി നിങ്ങളൊക്കെ ദൈവം നിങ്ങളെ കണ്ണി കുത്തും. ഉമ്മാച്ചി കണ്ണ കുത്തു. ഉമ്മാച്ചി കണ്ണെ കുത്തും. ഇതിന്റെ വ്ലോഗ് കാണുന്നതിന് ഉമ്മാച്ചി കണ്ണ കുത്തു. അപ്പൊ ഗൈസ് വീട്ടിൽ തിരികണം. ഇത് വ്ലോഗിന് വേണ്ടിട്ടൊന്നും എനിക്ക് നേരെ കാണിക്കും. നമുക്ക് പറ്റിയ പരിപാടിയത്. നമുക്ക് പറ്റുന്നത് എവിടെയെങ്കിലും പോവാ, 1/2 മണിക്കൂർ തിരിച്ചു വരും, മരിച്ചു. ഇത് കിട്ടോണ്ടേ ഇത്ര ചെറിയ ഷോർട്ട് ആയതാണ്. ഞാൻ ഹാഫ് സ്ലീവ്ലെസ് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഷോർട്സ് ഒക്കെ ഇട്ടാണ്. ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഇന്ന് ഞെക്കി പിടിക്കണ പോലെ ആയിരിക്കും. ഞാൻ ഇനി എവിടെയും പുറത്ത് വരുന്നില്ല. അപ്പൊ ഇന്നത്തെ ഡേ കഴിഞ്ഞു ഗൈസ്. ഞാൻ കഴിഞ്ഞു ഗൈസ്. അത് അവിടെ ഒരാൾ പടമായി. ഞാൻ കഴിഞ്ഞു. ഇന്നത്തെ ഡേ അല്ല കഴിഞ്ഞു. ഐ ആം ഡെഡ്. അപ്പൊ ഔട്ട്ഡോറൊക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ഔട്ട്ഡോർ എടുത്തിട്ട് വീഡിയോ നിർത്താം. ഗൈസ് എന്ത് ഡേ ആയിരുന്നു ഗൈസ് ഇന്നത്തെ. ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ നമ്മൾ നടന്ന് ചത്തുപോയി. ഇന്നത്തെ എക്സ്പീരിയൻസ് ചോദിക്കാൻ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടിക്ക് പോകാത്തോണ്ട് ഇവിടെ തന്നെ എല്ലാവരും കാണാൻ കിട്ടി. അതെ, സാധാരണഗതിയിൽ ശനിയാഴ്ച ആകുമ്പോഴത്തേനും സാറ്റർഡേ നൈറ്റ് ആയിരുന്നു. സാറ്റർഡേ നൈറ്റ് ഒക്കെ തന്നെയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഫുൾ ചിക്സ് ആയിരുന്നു. എവിടെ ചിക്കനായിരുന്നു. നീ കണ്ടില്ലേ കയ്യിലെണ്ണ 1-2 പേരുണ്ടായിരുന്നു. അത്ര ഇതിനാണോ ചിക്ക്. അപ്പൊ ഞാൻ തിരിച്ചു പറയട്ടെ, ഞാൻ ആരും കാണാൻ കൊള്ളുന്ന പൈമാരൊന്നും. ആൾക്കാർ മറ്റേ ബാംഗ്ലൂരിൽ മോഡൽസ് പെമ്പിളേരെ ഇറക്കുന്ന പോലെ നമുക്ക് ഇനി ബാംഗ്ലൂരിൽ നിന്നുള്ള പയ്യന്മാരെ ഇറക്കണം. അല്ലല്ല, നീ ബാംഗ്ലൂരിൽ ഇടയ്ക്കൊന്ന് പോയി വന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ഡേ ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ടയർഡായി. ചേച്ചിയുടെ കാഫൊക്കെ അടിച്ചു പോയി.
അങ്ങനെ ജിൻചേട്ടൻ ഞാൻ ഫുൾ സ്ട്രെങ്ത് ഫുള്ള് പവറിലിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ദിവസം അതായിരുന്നു ഗൈസ്. അപ്പൊ ഒരു ഫൺ ഡേ ആയിരുന്നു. ഇങ്ങനെയുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബിലോ ഗൈസ്. അപ്പൊ ഈ വീഡിയോ പറഞ്ഞുകൊണ്ട് ഈ കരച്ചിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിലേക്ക് കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കാൻ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ തേടി എത്തത്തുള്ളൂ. നിങ്ങളെ തേടി എത്തത്തുള്ളൂ. പറ, നിങ്ങളെ തേടി എത്തത്തുള്ളൂ. തേടി വരണ്ടേ. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ തേടി എത്തത്തുള്ളൂ. സോ ദിസ് ഈസ് ജന്നു തോമസ്, നിതീഷ് സൈനിങ് ഓഫ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കൈയൊക്കെ വെച്ചിട്ട് You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different, man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. കൊഞ്ഞനെ കുത്ത അറിയാവോ? അയ്യോ ഔട്ടർ എടുത്ത് എന്റെ കവട്ടയൊക്കെ കയറി പോയി. നമ്മള് ഹിന്ദി സലൂണിൽ വന്ന് ഹിന്ദിയെ സംസാരിക്കോ?